എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു DIY വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം മെയ്ഡ് ഗ്രാസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ സ്കൂൾ പ്രോജക്ട്സിലൊക്കെ കുട്ടികൾക്ക് ഫേക്ക് ഗ്രാസ് വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ്. നമുക്ക് വീട്ടിൽ തന്നെ കയറൊക്കെ അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഒരു കയറാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചകിരി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ കയറിനെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കയറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അതായത് ഓരോ നാരുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെയാണ് ആലോചിച്ചത് അത് ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമ്മൾ കയറിനെ ഒറ്റയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക, എന്നിട്ട് പിന്നെ അതിനെ കട്ട് ചെയ്യുക ചെറിയ പീസസ് ആയിട്ട്. അപ്പം ഇതിപ്പം നമുക്ക് പീസസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇത്. നമ്മൾ ഒരു പെയിൻറ്റ് എടുക്കുക, അതായത് നമ്മുടെ ഗ്രീൻ പെയിൻറ്റാണ് എടുക്കേണ്ടത്, സാപ്പ് ഗ്രീനാണ് എടുക്കേണ്ടത്. ഇനി ആ ഗ്രീൻ പെയിൻറ്റിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചകിരിയുടെ ഈ പീസസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് മൊത്തം ആ ഒരു കളറ് പിടിക്കുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രീനിൻ്റെ ഷെയ്ഡ് നമുക്ക് വേണ്ടുന്ന കളറിനനുസരിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ലൈറ്റ് ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സാപ്പ് ഗ്രീനാണ് എടുത്തത്. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും പെയിൻറ്റ് എടുക്കുക. ഇതിനെ കവർ ചെയ്യാൻ പാകത്തിന് അത്രയും എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാസ് റെഡിയാവും. ഇത് നമുക്ക് സ്കൂൾ പ്രോജക്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാസാണ്. ഇതുപോലെ തന്നെ ഞാൻ മോസ് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം അതും സ്കൂൾ പ്രോജക്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോസാണ്. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ടെറേറിയം ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.